ദുരന്തത്തിൽ നിന്ന് മഹാദുരന്തത്തിലേക്ക് എറിയപ്പെട്ട അവസ്ഥയിലാണ് എറണാകുളം P&T കോളനി നിവാസികൾ. പുനരധിവാസത്തിനായി GCDA നിർമ്മിച്ച ഫ്ളാറ്റ് ചോർന്നൊലിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ വ്യക്തമാകുന്ന ഫ്ളാറ്റിലേക്ക് 77 കുടുംബങ്ങൾ മാറി താമസിച്ചിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ. ടോപ് 10 സ്പെഷ്യൽ കാണാം. വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം വാസയോഗ്യമല്ലാത്ത ഇടമായിരുന്നു എറണാകുളത്തെ P&T കോളനി. കൊച്ചി മുണ്ടംവേലിയിൽ GCDA ഫ്ളാറ്റ് നിർമ്മിച്ചതോടെ 77 കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റി. ആദ്യ ദിനങ്ങളിൽ തന്നെ ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടെന്ന പരാതി വന്നു. ഇപ്പോൾ അവസ്ഥ രൂക്ഷമാവുകയാണ്. മുകളിലെ നിലയിൽ ആരെങ്കിലും കുളിച്ചാൽ വെള്ളം താഴെയുള്ള അപ്പാർട്ട്മെന്റിൽ വീഴും. അത്രയ്ക്ക് ദയനീയമാണ് നിർമ്മാണം. ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതാണ് ഫ്ളാറ്റ്. തൃശൂർ ജില്ലാ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. ഇരുമ്പ് തൂണുകളിൽ കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റിൽ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. എല്ലാത്തിനും പ്രത്യേക രീതികളാണ്. പക്ഷേ ചൂടുകൊണ്ട് അകത്തിരിക്കാൻ വയ്യ. വാതിലുകൾ പൊളിഞ്ഞു തുടങ്ങി. ചുമരുകളിൽ വിള്ളൽ പ്രകടമാണ്. നിർമ്മാണത്തിന്റെ ബാക്കി പത്രമെന്നോണം കോൺക്രീറ്റിന്റെയും ഇരുമ്പ് കമ്പികളുടെയും ഭാഗങ്ങൾ ചുമരിനോട് ചേർന്ന് കാണാം. കഴിഞ്ഞ ദിവസം GCDയും MLAയും കൊച്ചിൻ കോർപ്പറേഷൻ മേയറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിന് ശേഷം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് പരിഹാരമാക്കി തരുന്ന ഒരു വാക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വാക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വരുന്ന മഴ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. സാധാരണ ഒരു മെയിൻ്റനൻസ് ചെയ്യുന്നത് പോലെയല്ല, ഇതിൽ റെക്ടിഫിക്കേഷനാണ് ഇതിനകത്ത് ശരിക്കുള്ളത്. മെയിൻ്റനൻസ് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം ഈ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ഇതിന് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു പുതിയ പദ്ധതി എങ്ങനെ ചെയ്യുന്നു അത്രേ തന്നെ വരുമെന്നാണ് ഞങ്ങളെല്ലാവരും. എങ്കിലും ഇത് പൂർത്തിയാവുള്ളൂ. അത് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുകളിലെ നിലയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരാൾ മരണപ്പെട്ടു. ആരും കാര്യമറിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ രക്തം തറയിലൂടെ താഴേക്ക് ഇറങ്ങി. രക്തം കണ്ടാണ് മറ്റുള്ളവർ മരണത്തെക്കുറിച്ച് അറിയുന്നത്. മുകളിലുള്ളവർ ബാത്റൂം ഉപയോഗിച്ചാലോ മഴ പെയ്താലോ എല്ലാം താഴെ താമസിക്കുന്നവരുടെ വീട്ടിലാണ് വെള്ളം വീഴുക. പാചകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. ഈ കെട്ടിടത്തിൽ ചോർച്ചയുണ്ട് എന്ന വാർത്ത അറിഞ്ഞാണ് നമ്മൾ എത്തിയത്. പക്ഷേ ചോർച്ച മാത്രമല്ല, 100,000 പ്രശ്നങ്ങളാണ് ഇനിയും P&T കോളനിയിൽ നിന്ന് വന്നവർ നേരിടുന്നത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ളാറ്റിലെ ചോർച്ച കാരണം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പലപ്പോഴും അവിടുത്തെ താമസക്കാരുള്ളത്. പരാതികളുമായി അധികാരികളുടെ പിന്നാലെ നടക്കുകയാണ് ഈ P&T കോളനിയിലെ നിവാസികൾ. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. പ്രധാനമായിട്ട് ഞങ്ങൾ ചോർച്ചയാണ്. വിള്ളലുണ്ട്. എല്ലാം മിക്ക വീട്ടിലും ഇങ്ങനെ മതിലുകൾ വീണ്ടിരിക്കുക. എപ്പോൾ വീഴുമെന്ന് നമുക്കറിയില്ല. വരുന്നവരോട് ഞങ്ങൾ പറയാറുണ്ട്, ഇവരെന്തിനാ ഇങ്ങനെ തരുന്നത്? തന്നെങ്ങാട്ടി ഇല്ലാണ്ടിരിക്കണമല്ലേ നല്ലത്. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടിട്ടേക്കണേ. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും രോഗമാണ്. ആ ചോർച്ചയുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി മരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും അറിയണത്. അതും ആ വ്യക്തി മരിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹം ജീർണിച്ച വെള്ളവും രക്തവും കൂടി ചോർന്നൊലിച്ച് താഴെയുള്ള വീട്ടിലെ ഒരു മുറിയിൽ ചെന്നതുകൊണ്ടാണ് ദുർഗന്ധവും ഇതൊക്കെ ആയിട്ടാണ് അറിയാൻ പറ്റിയത്. അതിലെന്തായാലും ഞങ്ങൾക്ക് GCDയിലും കോർപ്പറേഷനോട് ഞങ്ങൾക്ക് ആ ഒരു പേരിൽ നന്ദിയുണ്ട്. ആ വീഴുന്ന വെള്ളം മുഴുവനും അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലും ഒക്കെയാണ് വീഴുന്നത്. ഞങ്ങൾക്ക് അന്നേരം ഒന്നും ഭക്ഷണമൊന്നും ചെയ്യാൻ വേവിക്കാനൊന്നും പറ്റത്തില്ല. അന്നേരം ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സീവേജിൻ്റെ കാര്യമാണ്. ഒരു ഇത്രയും കൈ നീളത്തിൽ മാത്രമാണ് അവിടെ കുഴിയെടുത്തിരിക്കുന്നത്. ഒന്നരാടം വണ്ടികൾ വന്ന് കോരിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. അത് 5 വർഷത്തെ ഗ്യാരണ്ടിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വേണ്ടേ പിന്നെ അത് ചെയ്യും. ഇത് ലോകത്ത് ഇവിടെ നടക്കാത്ത കാര്യമാണ് ഈ സീവേജ് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. റൂമുകളാണ് കൂടുതലും ചോർന്നൊലിക്കുന്നത്. പിന്നെ ബാത്റൂം ആണെങ്കിലും ലീക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. വാഷ് ബേസിന് ലീക്കിങ്ങാണ്. സാധനങ്ങളൊന്നും വാങ്ങി വെക്കാനോ ഒന്നും പറ്റില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ അതൊക്കെ ചീത്തയാവും. പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വന്ന പിറ്റേ ദിവസം മുതൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാത്തിനും GCDക്കും കോർപ്പറേഷനും ലൈഫിലും എല്ലായിടത്തും കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ആൾക്കാരെ ഞങ്ങളുടെ പ്രസിഡൻറ്റ് അസോസിയേഷൻ ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാരെ കണ്ടുകൊണ്ട് വരുവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ലാസ്റ്റ് GCDP ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. എപ്പോഴും വരുമ്പോഴും ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറയണല്ലാതെ ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലാണ് GCD ചെയർമാൻ നമുക്ക് എല്ലാം ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് ചെയ്തു തരാമെന്ന്. മെയിൻ്റെനൻസ് ടെസ്റ്റ് വർക്കും ഇതൊക്കെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്.